ആര്യരാജേന്ദ്രൻ, എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഏതാണ്ട് 9:45 ശേഷം ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പട്ടം പ്ലാമൂട് വഴി PMGയിലേക്ക് പോവുമായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് KSRTCയുടെ ഒരു ബസ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ കാറിൽ തട്ടാൻ വേണ്ടി വരുമ്പോൾ ഞാനും എൻ്റെ ബ്രദറിന്റെ വൈഫും ആണ് കാറിന്റെ പുറകിലിരിക്കുന്നത്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അസഭ്യ ഭാഷയിൽ ഞങ്ങളെ ഒരു ആംഗ്യം കാണിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് അടുത്ത സിഗ്നലിൽ വണ്ടി നിർത്തി അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുമ്പോൾ വളരെ മോശമായി, ആ വീഡിയോയിൽ തന്നെ കാണുന്നത് പോലെ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിവരം അറിയിച്ചു, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയെയും വിവരം അറിയിച്ചു. അദ്ദേഹം അവിടെ KSRTCയുടെ വിജിലൻസ് ടീമിനെ വിടുകയുണ്ടായി. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ എല്ലാവരും എത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും FIR ഇടുകയും എന്റെ പരാതിയിന്മേൽ FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. ഓവർ സ്പീഡിലായിരുന്നോ ബസ്? ബസ് ഓവർ സ്പീഡിലായിരുന്നു. ഞങ്ങളത് നോക്കുന്ന സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ അദ്ദേഹം കൈകൊണ്ടും അദ്ദേഹത്തിന്റെ മുഖത്തെ പല ഭാവങ്ങൾ കൊണ്ടും ഞങ്ങൾ 2 സ്ത്രീകളെ നോക്കി അസഭ്യം പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് കാണുന്നുണ്ട് ആര്യ. അപ്പൊ അതിലും നിങ്ങൾ സംസാരിക്കുമ്പോഴും വളരെ മോശമായ രീതിയിലാണെന്ന് തോന്നുന്നു പ്രതികരണം തിരിച്ചിങ്ങോട്ടുണ്ടായത്. അതെ 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 തീർച്ചയായിട്ടും. അതിൽ നമ്മുടെ ഒരു മേയറെന്നോ അല്ലെങ്കിൽ മറ്റാരോ എന്നുള്ള രീതിയിലല്ല, അതിനപ്പുറം ഒരു പബ്ലിക്കിനോട് പോലും അദ്ദേഹം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെരുമാറ്റം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അതിൽ മിനിസ്റ്റർ തന്നെ അപ്പൊ തന്നെ ഇടപെട്ടിട്ടുണ്ട്, ഗണേഷ് മിനിസ്റ്റർ തന്നെ അപ്പോൾ തന്നെ ഇടപെട്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അമിത വേഗത്തിൽ വണ്ടി പോവുക എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഇത്തരത്തിൽ ഒരു തെറ്റായ രീതിയിൽ ഒരു അസഭ്യം എന്നുള്ള നിലയിൽ ഒരു 2 സ്ത്രീകളോട് ആംഗ്യം കാണിച്ചത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ചില ചാനലുകളിൽ അദ്ദേഹം തന്നെ ചില പ്രതികരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ വിളിച്ച് ക്ഷമ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി പോകാമെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ അല്ലേ നിങ്ങൾ അത് ഓവർ സ്പീഡ് ആണോ എന്ന് നോക്കുന്ന സമയത്താണ് ഈ മോശമായ പെരുമാറ്റം ഉണ്ടായത്? അതെ അതെ, കാരണം നമ്മുടെ കാറ് പോകുന്ന വീട്ടിലെ വാഹനമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ഇടത്തെ വശത്ത് ഈ വണ്ടി തട്ടാൻ വേണ്ടി വരുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇടത്തെ സൈഡിൽ ഒരു വാഹനം തട്ടാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഞങ്ങൾ രണ്ടുപേരാണ് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കിയ അതേ സമയത്ത് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു ആംഗ്യം ഞങ്ങളുടെ നേരെ കാണിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വലത്തെ സൈഡിലൂടെ വണ്ടി എടുത്തു പോകുന്നു. വലത്തെ സൈഡിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ PMG വഴി നിയമസഭയുടെ മുന്നിലൂടെ പാളയത്തിൽ നിന്ന് കല്യാണിന്റെ ഫ്രണ്ടിൽ നിന്ന് വളഞ്ഞ് നമ്മുടെ പാളയത്തെ സാബല്യത്തിന്റെ സിഗ്നലിൽ റെഡ് സിഗ്നൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്. ഇപ്പം ഇന്നലെ ഈ പറയുന്ന യദു എന്ന് പറയുന്ന ഡ്രൈവർ താങ്കളെ വിളിച്ചു ക്ഷമയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞ് താങ്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതെനിക്കറിയില്ല. കാരണം അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കൃത്യമായി പറഞ്ഞു, താങ്കൾ കാണിച്ച ആ ഒരു അസഭ്യമായിട്ടുള്ള ആ കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ മറ്റുള്ള സ്ത്രീകളോട് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരാണ് നമ്മൾ പൊതുവേദികളിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടിയാണ് ഞാൻ. അങ്ങനെ പറയുന്ന ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന മറ്റൊരു സ്ത്രീ നമ്മളല്ലാതെ മറ്റാരും അതിൽ പ്രതികരിക്കേണ്ടത്? നമ്മൾ പ്രതികരിച്ചാലേ നമ്മൾ സമൂഹത്തിന് കാണിക്കാം. എന്റെ ഒരു കൺസേൺ അതാണ്. നമ്മളോട് പോലും ഇത്തരത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ മറ്റ് സ്ത്രീകളുണ്ട്, മറ്റ് പബ്ലിക്കായിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഈ അദ്ദേഹത്തിനുള്ള അവകാശം തന്നെ മറ്റെല്ലാവർക്കും ഉണ്ട്. ആ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതൊരു സ്ത്രീയുടേതാകട്ടെ പുരുഷന്റേതാകട്ടെ റോഡിലൂടെ പോകുന്ന എല്ലാ മനുഷ്യന്റെയും അവകാശം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതാണ് നമ്മുടെ ഭാഗം. അപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കേട്ടത് കൊണ്ട് തന്നെ ഞാൻ മുഴുവൻ CCTV ദൃശ്യങ്ങളും എടുക്കണമെന്ന് DCPനോടും ഞാൻ അദ്ദേഹത്തിനോട് ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ ഒരു തെറ്റായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഞാൻ കേട്ടു. നമ്മൾ അനാവശ്യമായി ഫോൺ അടിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടു. അതുകൊണ്ട് മുഴുവൻ CCTV ദൃശ്യങ്ങളും എടുക്കണമെന്ന് സ്മാർട്ട് സിറ്റി വെച്ച ക്യാമറകളോട് സ്മാർട്ട് സിറ്റി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ആര്യ സംസാരിച്ചു.